അസ്സലാമലൈക്കും തോണീസ്. ഇന്നലെ രാത്രി വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. രാവിലെ എഴുന്നേറ്റ് പത്തായത്തിന് വേണ്ടി എഴുന്നേറ്റ് ഇപ്പോൾ കണ്ണ് ഭയങ്കര ചൊറിച്ചിലും അതേപോലെ കണ്ണിന്ന് വെള്ളം ഒലിക്കുന്നുണ്ട്. പിന്നെ ഒരു വല്ലാത്തൊരു അസ്വസ്ഥത എന്താണെന്നറിയില്ല. ഇങ്ങനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പോന്നു. MTനെ ബുക്ക് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും, നേരത്തെ ബുക്ക് ചെയ്യണം. അപ്പോൾ അതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇക്രയിൽ പിന്നെ OPയിൽ കാണിച്ചു. ഡോക്ടർ പറഞ്ഞാൽ ചെറിയൊരു ഇൻഫെക്ഷനാണ്. പിന്നെ കണ്ണിലൊട്ടിക്കാനുള്ള മരുന്നും ഗുളികയൊക്കെ തന്നു. തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു. അനുവിനെ ഏൽപ്പിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ വരുന്ന സമയത്ത് രണ്ടാളും മുറ്റത്തുണ്ടായിരുന്നു. അപ്പം ഞാൻ കാറിന് ഇറങ്ങിയപ്പോൾ അവന് ഭയങ്കര കരച്ചില്ല. അവന് വണ്ടി പോകണം. അങ്ങനെ അവനെയായിട്ട് കുറച്ച് സമയം വണ്ടി മേലെ റൗണ്ട് അടിച്ച് നോമ്പ് തുറക്കാനുള്ളതൊക്കെ ഉണ്ടാക്കാനായിട്ടുണ്ട്. പിന്നെ ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് ഉന്നക്കായ ഉണ്ടാക്കാൻ തേങ്ങ ഗ്യാസ് മെന്ന് വറുത്തെടുത്ത് പഴം പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഓവനിലേക്ക് വെച്ചു. ഉന്നക്കായ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഫില്ലിങ്സ് ബാക്കി ഉണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് അവിൽ വറുത്തിട്ടു നേന്ത്രപ്പഴം വാട്ടിയതും കൂടി മിക്സ് ചെയ്ത് ഞാൻ ഏലാഞ്ചി ഉണ്ടാക്കാനായിരുന്നു. അങ്ങനെ ചിലവ് കുറഞ്ഞൊരു മാസമാട്ടെ റമദാൻ മാസം എന്ന് പറയുന്നത്. ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാറില്ല. കുറച്ച് ഫ്രൂട്ട്സും എന്തെങ്കിലും ഒരു കടിയും. കടി മിക്കപ്പോഴും കുറവാണ്. എന്നാൽ മക്കൾ ഇങ്ങനെ പറയുന്ന സമയത്ത് ഞങ്ങൾ ഉണ്ടാക്കാറുള്ളൂ. അല്ലെങ്കിൽ പത്തിരിയും കറിയും മാത്രം, അല്ലെങ്കിൽ ചപ്പാത്തി കറി, പൊറാട്ട കറി, ഇത് മാത്രം. എണ്ണക്കടികളൊക്കെ കുറവാണ്. ജ്യൂസ് തീരെയില്ല. ചായ വല്ലപ്പോഴും ഒരു പൂതിക്ക് ചായ കാച്ചു. അപ്പോൾ മനസ്സാരയൊക്കെ കുറവാണ്. അതുകൊണ്ടാണ് നോമ്പ് തുറൻ്റെ വീഡിയോ ഒന്നും ഇടാത്തത്. സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴാണല്ലോ തുറൻ്റെ വീഡിയോ ഒക്കെ കണ്ടത്. അപ്പം ഇന്നാണിപ്പോൾ 2 ഐറ്റംസ് ഉണ്ടാക്കിയത്. ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോൾ കളിക്കുട്ടൻ ഇങ്ങനെ ഒന്ന് ടേബിളിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടി കളിക്കണം. ടേബിളിൻ്റെ ആ സൗണ്ട് ഉണ്ടല്ലോ അതിങ്ങനെ കേൾക്കണം. പിന്നെ ഫുഡൊക്കെ കൊടുത്തൊക്കെ അടിച്ച് തൂക്കിയിടും. ഫുഡ് മര്യാദയും കൂടി കഴിക്കാൻ കഴിയില്ല അലിക്കുട്ടനായിട്ട്. ഇടയ്ക്ക് പാത്തോട് തിന്നണായിട്ട് കുറേയൊക്കെ അങ്ങനെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് തിന്നും, പിന്നെ കുറച്ച് തുപ്പും, കുറേ ഞമ്മണ്ടി കളിക്കും. പാത്തുവിൻ്റെ ഡ്രസ്സിൻ്റെ മുകളിൽ ഒരു പാവക്കുട്ടിയുടെ പിക്ചറുണ്ട്. അത് അവനക്ക് ഭയങ്കര ഇഷ്ടമാണ്.